ലാലേട്ടൻ പടത്തിന് കേരളത്തിൽ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സലാറും അല്ല ഡുങ്കി അല്ല ഏത് പടമാണെങ്കിലും പുള്ളിയെ കൊണ്ടുപോകത്തുള്ളൂ. ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ കട്ട ആരാധകൻ എന്നുള്ള രീതിയിൽ തന്നെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനായിട്ട്. ഗുണം ചെയ്യും, നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഇത് എങ്ങനെ പോയാലും എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും പിന്നെ പടത്തിന് നെഗറ്റീവ് വന്നെന്ന് പറഞ്ഞാലും പടം ഒരു ആവറേജ് ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ട് ആവറേജ് കിട്ടും. തൊട്ടിപ്പടം ആകത്തില്ല ഇത്. ഇത് ലാലേട്ടൻ പടത്തിന് കേരളത്തിൽ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സലാറും അല്ല ഡുങ്കി അല്ല ഏത് പടമാണെങ്കിലും പുള്ളിയെ കൊണ്ടുപോകത്തുള്ളൂ. അതങ്ങനെയാണ്, പോസിറ്റീവ് ആണ് ഷുവർ കൊണ്ടുപോകും. സലാറുണ്ടെങ്കിൽ അത് സലാറൊക്കെ ആവറേജ് വല്ലതും വീണ് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നോക്കണ്ട. ലാലേട്ടൻ പടത്തിനായിരിക്കും പിന്നെ ആള് വരുന്നത്. നേര് കൊണ്ടുപോകും, നേര് തന്നെ ആയിരിക്കും, ആകട്ടെ. മലയാളത്തിൽ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ 230 ഈ കൊല്ലം ഇറങ്ങിയ 230 പടങ്ങളിൽ 9-10 പടമാണ് ഹിറ്റായിരിക്കുന്നത്. ഇതും കൂടെ ഹിറ്റാകട്ടെ. ട്രെയിലർ കൊള്ളാം. ട്രെയിലറിനകത്ത് എപ്പോഴും ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ ഒരു വലിയ മാസ് അല്ലെങ്കിലും ട്രെയിലർ അദ്ദേഹം കാണിക്കാറില്ല. കാരണം ഇതിനകത്ത് ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നും കോർട്ട് റൂം ഡ്രാമയാണെന്നും ഓൾറെഡി രണ്ടുപേരും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സിനിമയിൽ ലാലേട്ടൻ്റെയും ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി അല്ലെങ്കിൽ ലാലേട്ടൻ്റെയും ഒരു അഭിനയ മികവിൻ്റെ ഒരു എന്തായാലും കാണും. കാരണം കോർട്ട് റൂം ഡ്രാമ നമ്മൾ കണ്ടിട്ട് കുറേ വർഷങ്ങളായി. അതിപ്പം എന്നുള്ള സിനിമയിലാണ് നമ്മൾ ലാസ്റ്റിൽ കോർട്ട് റൂം ഡ്രാമ കണ്ടത്. സോ അതൊരു ഉടനീളം ലാലേട്ടൻ്റെ ഒരു കോർട്ട് റൂം പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുക. പിന്നെ അത് എന്തോ സിദ്ദിഖേട്ടനുണ്ട്. സിദ്ദിഖേട്ടനും ഇവരെല്ലാവരും വക്കീലായിട്ടാണ്. ശാന്തി മായാദേവി സംതിങ് ആണ് എൻ്റെ സ്ക്രിപ്റ്റ് ഇവർ രണ്ടും കൂടെയാണ്, ജിത്തു ജോസഫും ഇവർ രണ്ടും കൂടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവും 2023 ഡിസംബറിൽ. ഏതാ ലോ ഹൈപ്പിൽ ഇറങ്ങുന്നത്, അത് ഗുണം ചെയ്യും. പിന്നെ അതിനകത്തൊരു ചലഞ്ച് എന്ന് വെച്ചാൽ 2 വലിയ സിനിമകളുണ്ട്, സലാറും പിന്നെ നമ്മുടെ 2 സിനിമകൾ ഇറങ്ങുന്ന കാരണം, സലാറും പിന്നെ വേറെ ഏതൊരു സിനിമകൾ ഇറങ്ങുന്നത് നമ്മുടെ ഡങ്കിയും, ഷാരൂഖ് ഖാൻ ഡങ്കി ഇറങ്ങുന്ന കാരണം ഒന്നും പറയാൻ പറ്റില്ല. ഷാരൂഖ് ഖാൻ 2 സിനിമയും ഹിറ്റായിരുന്നല്ലോ. സോ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ മേ ബി ഇതും ഹിറ്റ് ആയേക്കാം. പക്ഷേ അതൊന്നും മലയാള സിനിമയെ ബാധിക്കത്തില്ല. പക്ഷേ സലാർ എന്ന് പറയുന്ന മൂവി ഉറപ്പായിട്ടും ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും. ലാലേട്ടനും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രഭാസും പിന്നെ പൃഥ്വിരാജും ഉണ്ടല്ലോ സിനിമയിൽ. ആൻഡ് KGF പ്രൊഡക്ഷനാണ്. സോ ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ കട്ട ആരാധകൻ എന്നുള്ള രീതിയിൽ തന്നെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനായിട്ട്. ഉറപ്പായിട്ടും കാണും. ഫാൻ ഷോ തന്നെ കാണും.